ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पति गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्रीकृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये पंचतत्त्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण हरि ओम तत्सत. ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ചൈതന്യ മഹാപ്രഭു की जय, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി की जय. ഹരേ കൃഷ്ണ. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവരോടും ഒരു അഭ്യർത്ഥന, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീട്ടിൽ നിങ്ങൾ വായിക്കണം. കാരണം വെച്ചാൽ അത് കുറെ പേജസ് ഉണ്ട്, ഞാൻ വായിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് അടുത്ത ക്ലാസ്സിന് മുമ്പ് എല്ലാവരും വായിക്കണം. അത് മലയാളത്തിലായാലും ശരി ഇംഗ്ലീഷിലായാലും ശരി. ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യാണ്. ഡയറക്റ്റ് ചാപ്റ്റർ 1 അധ്യായം മുതൽ ആദിലീല, ചൈതന്യ ചരിതാമൃത ആദിലീല ആദ്യത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യത്തെ അധ്യായം സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, ദ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. നമ്മളുടെ ഗുരു പരമ്പരയിലെ എല്ലാ ആചാര്യ വൃന്ദങ്ങളെയും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രണാമം ചെയ്യാണ്. ഇൻവോക്കേഷൻ മന്ത്ര. ഓക്കെ, നമ്മൾ ഇൻവോക്കേഷൻ മന്ത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പ്രണാമം, ഓക്കെ. രണ്ടാമത് വസ്തു നിർദ്ദേശം, മൂന്നാമത് എന്താണ്? ബെനഡിക്ഷൻ, അനുഗ്രഹം. അപ്പോൾ എല്ലാ സ്പിരിച്വൽ മാസ്റ്റർ, ഈ പരമ്പരയിലുള്ള എല്ലാ വൈഷ്ണവ ആചാര്യന്മാരെയും നമ്മൾ പ്രണാമം, അവരുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ആധ്യാത്മിക തലത്തിലെ ഒരു ഉന്നമനം നമുക്കുണ്ടായിരിക്കില്ല. അപ്പൊ വൈഷ്ണവ ആചാര്യന്മാരുടെ കൃപാകടാക്ഷമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ആചാര്യന്മാരെയും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വസ്തു നിർദ്ദേശങ്ങൾ. വസ്തു എന്താണ്? ഈ പുസ്തകത്തിന്റെ എന്താണ് ഉദ്ദേശം, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അതും കൂടിയും അതിലുണ്ട്. മൂന്നാമത്തത്, ഈ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ പുസ്തകം നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ശ്രവിക്കുകയാണെങ്കിൽ, ഇതിനെപ്പറ്റി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് അതിന് കിട്ടുന്ന ഗുണം, ആധ്യാത്മികമായിട്ടുള്ള ആ നന്മ, ആ അനുഗ്രഹം എന്തായിരിക്കും എന്നാണ് അനുഗ്രഹം. അതായത് നമ്മളുടെ പാപങ്ങളെല്ലാം നശിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ഗോലോക വൃന്ദാവനത്തിൽ പോയി എറ്റേണൽ അസോസിയേറ്റ്സ് ആയിട്ട് ഭഗവാന്റെ കൂടെ ലീലകളിൽ നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ
പ്രണാമം, വസ്തുനിർദ്ദേശം, പിന്നെ ബെനഡിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ അധ്യായം, സ്പിരിച്വൽ മാറ്റം. അതിനെപ്പറ്റി നമുക്ക് വായിക്കാം, എന്നിട്ട് പറ്റുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിൽ പോവാം. ഓക്കെ, ചാപ്റ്റർ 1, ദ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. Sri Chaitanya Mahaprabhu is none other than the combined form of Sri Radha and Krishna. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ വാക്കിൽ ആരാണ് ചൈതന്യ മഹാപ്രഭു, ഒറ്റ വാക്യത്തിൽ ആരാണ് ചൈതന്യ മഹാപ്രഭു എന്ന് ചോദിച്ചാൽ എന്താണ് പറയാ? ശ്രീകൃഷ്ണ ചൈതന്യ എന്നാണ് പറയാ. ഓർമ്മയുണ്ടോ? രാധാകൃഷ്ണ നഹി അന്യ അല്ലേ? ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ. എന്താണ് ശ്രീകൃഷ്ണ ചൈതന്യ? രാധാകൃഷ്ണൻ തന്നെയാണ്, അവർ വേറെ ആരും അല്ല. അപ്പൊ ഇത് നമ്മള് എസ്പെഷ്യലി ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഉള്ളവർ ഇത് മനസ്സിലാക്കണം. ഇത് നമ്മളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കണം. അല്ലെങ്കിൽ ഈ ചൈതന്യ ചരിത്രമെല്ലാം വായിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ തത്വം മനസ്സിലാക്കണം. ഈ തത്വം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഈ ആദ്യ ലീലയില് ഒരുപാട് തത്വങ്ങളെ പറ്റിയിട്ട്, സിദ്ധാന്തങ്ങളെ പറ്റി പറയുന്നുണ്ട്. ചൈതന്യ തത്വം, കൃഷ്ണതത്വം, അതേപോലെ നിത്യാനന്ദ തത്വം, പഞ്ചതത്വം, അദ്വൈത തത്വം, ശക്തി തത്വം, രസതത്വം, ഗുരുതത്വം, പറഞ്ഞല്ലേ, ഒരുപാട് തത്വങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗ്രന്ഥം നമുക്ക് കാണില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 11,500 പരം ശ്ലോകങ്ങളുണ്ട്. അത് ബംഗാളി ലാംഗ്വേജിലും അതേപോലെ തന്നെ സംസ്കൃതം കൂടിയിട്ടാണ്. ഇപ്പൊ ഏകദേശം 7,000 പരം ബംഗാളി ശ്ലോകങ്ങളാണ്, ഏകദേശം 3,000 പരം സംസ്കൃത ശ്ലോകങ്ങളാണ്. അപ്പൊ ഇത്രയും ശ്ലോകങ്ങളില അതില് ഏകദേശം 50 പരം മറ്റ് ഗ്രന്ഥങ്ങളില്, പുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും അതേപോലെ വൈഷ്ണവ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലും എടുത്തിട്ടുള്ള 800 പരം ശ്ലോകങ്ങളുടെ കൊട്ടേഷൻ ഈ ചൈതന്യ ചരിതാമൃതത്തിൽ വന്നിട്ടുണ്ട്. ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് അതിന്റെ എക്സ്പാൻസ് പ്ലസ് ഡെപ്തും അത്രയുണ്ട്. ഇത് അത്രയും കൂടുതൽ കൊട്ടേഷനുള്ള ഒരു ഗ്രന്ഥമില്ല. അത്രയും 800 പരം ശ്ലോകങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും വൈഷ്ണവ സന്യാസിമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അത് 50 പരം ഉണ്ട്. അപ്പൊ അത്രയും ഒരു ഇൻഡെപ്ത് ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലാക്കണം. ആ ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത് വായിച്ചിട്ട് കാര്യമുള്ളൂ. അതായത് നമുക്ക് ഒരു ചെറിയൊരു സംശയങ്ങളും ഉണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെയാണോ, എന്നാൽ നമുക്കിത് വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത്രയും അദൃഢമായിട്ടുള്ള വിശ്വാസമാണ് ചൈതന്യ മഹാപ്രഭു ആരാണ്? രാധാകൃഷ്ണ കമ്പൈൻ. So he is the life of those devotees who strictly follow in the footsteps of Srila Rupa Goswami. അപ്പൊ എന്താണ് പറയുന്നത്? അതായത് ചൈതന്യ മഹാപ്രഭു ഈസ് ദ ലൈഫ് ആൻഡ് സോൾ, ജീവനാണ്. ആരുടെ? who strictly follows in the footsteps of Srila Rupa Goswami. നമ്മളെല്ലാവരെയും അറിയപ്പെടുന്നത് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ രൂപ അനുഗാസ് എന്ന് പറയുന്നത്. അതായത് രൂപ ഗോസ്വാമിയുടെ പാത പിന്തുടരുന്ന ആൾക്കാര്. എന്തുകൊണ്ടാണ് രൂപ ഗോസ്വാമിക്ക് ഇത്ര ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം ഇവിടെ കൊടുത്തത്? എന്തുകൊണ്ട് സനാതന ഗോസ്വാമി കൊടുത്തില്ല? ഇപ്പൊ 6 ഗോസ്വാമില് ശ്രീ രൂപ, ശ്രീ സനാതന, ഭട്ട രഘുനാഥ, ശ്രീ ജീവ, ഗോപാല ഭട്ട, ദാസ രഘുനാഥ അല്ലെ. അപ്പോ അതില് സനാതന ഗോസ്വാമി ആക്ച്വലി മുതിർന്ന ആള്, അദ്ദേഹത്തിന്റെ എൽഡർ ബ്രദറാണ്. അപ്പൊ എല്ലാം കൊണ്ടും സനാതന ഗോസ്വാമിക്കാണ് ആ പദവി കിട്ടേണ്ടത്. പ്രധാനപ്പെട്ട, അതായത് ഗോസ്വാമിമാരിൽ പ്രധാനപ്പെട്ട ഗോസ്വാമി എന്നുള്ള പദവി ആക്ച്വലി കിട്ടേണ്ടത് സനാതന ഗോസ്വാമി അല്ലേ. പക്ഷെ അല്ല, ഇവിടെ രൂപ ഗോസ്വാമിക്കാണ് ആ പദവി കിട്ടിയിരിക്കുന്നത്, സനാതന ഗോസ്വാമിയുടെ അനിയനായിട്ടും കൂടി. കാരണം ആധ്യാത്മിക ലോകത്തിലെ ഹൈറാർക്കിയില്, ആ ശ്രേണിയില് രൂപ ഗോസ്വാമിയാണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ അതേ ആധ്യാത്മിക ആ ശ്രേണിയില് ഇവിടെയും രൂപ ഗോസ്വാമിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രാധാന്യം. ഈവൻ ദോ സനാതന ഗോസ്വാമിയാണ് തന്റെ എൽഡർ ബ്രദർ ആണെങ്കിൽ. അപ്പൊ നമ്മളെല്ലാം രൂപാനുഗാസ് എന്നാണ് പറയുന്നത്. രൂപ ഗോസ്വാമിയുടെ പാത പിന്തുടർന്ന ആൾക്കാരാണ്. So Srila Rupa Goswami and Srila Sanatana Goswami are the 2 principal followers of Srila Swarup Damodar Goswami. Okay.
ഇവരെല്ലാം ആരെ ആശ്രയിച്ചു? ശ്രീല രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ശ്രീല സ്വരൂപ് ദാമോദർ ഗോസ്വാമിയാണ് ആശ്രയിച്ചത്. അത് ആരുടെ നിർദ്ദേശപ്രകാരം? ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം. സ്വരൂപ് ദാമോദർ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശ്രയത്തിലാണ് ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ ട്രെയിനിങ്ങിലായിരുന്നു. സോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ സർവീസിലാണ് ചൈതന്യ മഹാപ്രഭു നോൺ ആസ് വിശ്വാംബര ഇൻ ഹിസ് എർലി ലൈഫ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? വീട്ടിൽ വിളിക്കുന്ന പേര് നിമായി ആയിരുന്നെങ്കിലും കൂടിയിട്ട് ശരിക്ക് റെക്കോർഡിക്കൽ നെയിം വിശ്വാംബര. വിശ്വാംബര എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാംബര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിശ്വത്തെ താങ്ങി നിൽക്കുന്നവൻ, പ്രപഞ്ചത്തിന് താങ്ങി നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തിനെ പരിപാലിക്കുന്നവൻ. അതാണ് ശരിക്കുള്ള പേര്. ഓക്കെ, നാദ്യചന്ദ്ര, ഗൗരചന്ദ്ര അല്ലേ, നവദീപ് ചന്ദ്ര, നിമ, ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ വ്യത്യസ്ത പേരുകളാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ 24 വർഷം ചൈതന്യ മഹാപ്രഭുവിനെ അറിയുന്നത് നിമായി പണ്ഡിത് എന്നുള്ളതാണ്. വിശ്വംബര എന്നുള്ള പേര് കിട്ടിയാൽ കൂടി കൂടുതൽ അറിയുന്നത് നിമായി പണ്ഡിത്. പിന്നെ ശ്രീ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ എന്നുള്ള പേരിൽ സന്യാസിന് ശേഷം പറഞ്ഞു. സോ എ ഡയറക്ട് ഡിസൈപ്പിൾ ഓഫ് ശ്രീല രൂപ ഗോസ്വാമി വാസ് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. രൂപ ഗോസ്വാമിയുടെ ഡയറക്ട് ഡിസൈപ്പിൾ ആണ് ആര്? രഘുനാഥ് ദാസ് ഗോസ്വാമി. The author of Sri Chaitanya Charitamrita, Srila Krishnadas Kaviraj Goswami, stands as the direct disciple of Srila Rupa Goswami and Srila Raghunath Das Goswami. Krishnadas Kaviraj Goswami, Rupa Goswamiയുടെയും രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെയും ഡയറക്ട് ഡിസൈപ്പിൾ ആണ്. നമ്മളുടെ ഈ സമ്പ്രദായം തന്നെ നമ്മൾ ശിക്ഷാ സമ്പ്രദായമുണ്ട്, ദീക്ഷ സമ്പ്രദായം, ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം, പ്രധാനപ്പെട്ടുള്ള ആ ഒരു സമ്പ്രദായം ഇത് പോകുന്നത് ശിക്ഷ സമ്പ്രദായത്തിലാണ്. ശിക്ഷയാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അപ്പൊ ദീക്ഷ ഡിസൈപ്പിൾസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ദീക്ഷ ഇല്ലാണ്ട് സമ്പ്രദായം മുന്നോട്ട് പോവില്ല. പക്ഷെ അതേ സമയത്ത് സമ്പ്രദായത്തിനെ വിളിക്കുന്നത് ശിക്ഷ. കാരണം നമ്മളുടെ ഗോസ്വാമിമാരുടെ ആ പരമ്പര തന്നെ നോക്കിക്കോളും. ശ്രീല പ്രഭുപാദ, അദ്ദേഹത്തിന്റെ ദീക്ഷാഗുരു ആരാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. അദ്ദേഹത്തിന്റെ ദീക്ഷാഗുരു ആരാണ്? ഗൗരകിഷോർ ബാബാജി. ഗൗരകിഷോർ ബാബാജി മഹാരാജാവിന്റെ ദീക്ഷാഗുരു അല്ല ഭക്തി വിനോദ് ഠാക്കൂർ, ശിക്ഷാഗുരു ആണ് അല്ലെ. ഗൗരകിഷോർ ബാബാജി മഹാരാജിന്റെ ദീക്ഷാഗുരു അല്ല, ശിക്ഷാഗുരു ആണ്. അതേപോലെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ദീക്ഷാഗുരു അല്ല ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്. അപ്പോ ശരിക്കും നമ്മുടെ സമ്പ്രദായം, അപ്പൊ ഈ നമ്മുടെ ഭഗവത്ഗീതയിലെ ഇൻട്രൊഡക്ഷന് മുമ്പിലോ അതിന് ശേഷമോ ആ പരമ്പര വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഗുരു ശിഷ്യ പരമ്പരയല്ല, എല്ലാം ശിക്ഷ സമ്പ്രദായമാണ്. ദീക്ഷ തീർച്ചയായിട്ടും വേണം, എല്ലാവർക്കും ദീക്ഷാ ഗുരുക്കളുണ്ട്. പക്ഷെ പ്രൊമിനന്റ് ആചാര്യന്മാര് ശിക്ഷ സമ്പ്രദായത്തിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം പറഞ്ഞാൽ ശിക്ഷ സമ്പ്രദായമാണ്. ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആരുടെ ഡയറക്ട് ഡിസൈപ്പിൾസ് ആണ്? രൂപ ഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെയാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെയും അവസാനം, ഓരോ അധ്യായത്തിന്റെയും അവസാനം കവിരാജ് ഗോസ്വാമി, അതുകൊണ്ടാണ് ശ്രീല രൂപ ഗോസ്വാമിക്കും രഘുനാഥ് ദാസ് ഗോസ്വാമിക്കും പ്രണാമം അർപ്പിക്കുന്നു. ഓരോ അദ്ദേഹത്തിന്റെ അവസാനം കാണാം അല്ലെ. അതൊക്കെ അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എല്ലാവരുടെയും അനുഗ്രഹം എടുത്തും, അതേപോലെ ഓരോ ചാപ്റ്ററിന്റെ ഓരോ അദ്ദേഹത്തിന്റെ അവസാനം ഈ 2 ഗോസ്വാമിമാരെ, ആരെ? രൂപ ഗോസ്വാമി, ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. രൂപ ഗോസ്വാമി തന്റെ സ്പിരിച്വൽ മാസ്റ്റർ പോലെയാണ്. അതേപോലെ രഘുനാഥ് ദാസ് ഗോസ്വാമി എന്നാണ് ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ കംപ്ലീറ്റ് ജ്ഞാനം അദ്ദേഹത്തിന് കിട്ടിയത്. രണ്ടുപേരും തന്റെ ഗുരുജനങ്ങളാക്കിയിട്ട് പ്രണാമം കൊടുക്കുകയാണ്. സോ ഡയറക്ട് ഡിസൈപ്പിൾ ഓഫ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വാസ് ശ്രീല നരോത്തം ദാസ് ഠാക്കൂര. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഡയറക്ട് ഡിസൈപ്പിള് ശ്രീല നരോത്തം ദാസ് ഠാക്കൂര. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂര. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളാണ് ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളാണ് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ. ശിക്ഷ ഡിസൈപ്പിൾ ആട്ടോ.
who is in turn accepted Srila Gaurakishore Das Babaji. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളാണ് ഗൗരകിഷോർ ദാസ് ബാബാജി മഹാരാജിന്റെ ഡിസൈപ്പിളാണ് നമ്മുടെ പ്രഭുപാദർ സ്പിരിച്വൽ മാസ്റ്റർ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, ദ ഡിവൈൻ മാസ്റ്റർ ഓഫ് അവർ ഹംബിൾ സെൽഫ്. അപ്പൊ അങ്ങനെ നമ്മള് ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ താഴ്ന്ന മുകളിലേക്ക് പ്രഭുപാദ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, ഗൗരകിഷോർ ബാബാജി മഹാരാജ്, അതേപോലെ ഭക്തി വിനോദ് ഠാക്കൂർ, പിന്നെ ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ മഹാരാജ്, പിന്നെ നരോത്തം ദാസ് ഠാക്കൂർ, പിന്നെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി, രൂപ ഗോസ്വാമി, അങ്ങനെ പോകും ഈ പരമ്പര. ഇങ്ങനെയാണ് ഇതിന്റെ പരമ്പര പോകുന്നത്. എല്ലാവരെയും ഇവിടെ പ്രഭുപാദ പേരെടുത്ത് പറയുന്നുണ്ട്. Since we belong to the chain of disciple succession from Sri Chaitanya Mahaprabhu, this edition of Sri Chaitanya Charitamrita will contain nothing newly manufactured by our tiny brains, but only remnants of food originally eaten by the Lord himself. അപ്പൊ എന്താണ് നമ്മളെ ഈ ഗുരു ശിഷ്യ പരമ്പര, ആധികാരികമായിട്ടുള്ള ബോണഫൈഡ് ആയിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലാണ് നമ്മളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പുതുതായിട്ട് ഒന്നും എഴുതി ചേർത്തിട്ടില്ല. എന്താണോ ഗുരു ശിഷ്യ പരമ്പരയിലെ കൂടെ, ആ പ്രാമാണികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് കിട്ടത്, അത് ആസ് ഇറ്റ് ഈസ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് പ്രഭുപാദ പറയാണ്. നമ്മളുടെ ഈ ചെറിയ ബുദ്ധിയില് ഉപയോഗിച്ചിട്ട് നമ്മളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഇല്ല എന്നാണ്. എന്താണോ ആദ്യം, അതായത് ചൈതന്യ മഹാപ്രഭു എന്താണോ ആഗ്രഹിച്ചത് പൊതുജനങ്ങൾക്ക് തരാൻ വേണ്ടി, അത് തന്നെയാണ് ഈ ചൈതന്യ ചരിതാമൃതയിലൂടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയും അതേപോലെ നമ്മുടെ ശിലപ്രഭുവും ആഗ്രഹിക്കുന്നത്. ലോർഡ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഡസ് നോട്ട് ബിലോങ് ടു ദ മണ്ടൈൻ പ്ലെയിൻ ഓഫ് ദ ത്രീ ക്വാളിറ്റേറ്റീവ് മോഡ്സ്. ചൈതന്യ മഹാപ്രഭു ഈ 3 ഗുണത്തിന്റെ അധീനത്തിലും നമ്മളെപ്പോലെ വരുന്നില്ല. കാരണം അദ്ദേഹം സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാനും വിഷ്ണു തത്വമാരും എല്ലാവരും എന്താണ് പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിലാണ്, ശുദ്ധ സാത്വിക് സ്റ്റേജിലാണ്. അവർ ഈ ഭൗതിക പ്രപഞ്ചത്തിലാണെങ്കിലും കൂടിയിട്ട് ഈ 3 ഗുണത്തിന്റെയും അതീതത്തിലാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. He belongs to the transcendental plane beyond the reach of the imperfect sense perception of a living being. നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിശുദ്ധ തത്വത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. ആ തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മിനിമം ഏത് തത്വത്തിലായിരിക്കണം, ഏത് ഗുണത്തിലായിരിക്കണം? ശുദ്ധ തത്വത്തിലായിരിക്കണം, സാത്വിക് സ്റ്റേജിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. രജോ ഗുണത്തിനും തമോ ഗുണത്തിനുള്ള ആൾക്കാർക്ക് അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സാത്വിക്, അതായത് ശുദ്ധ തത്വത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഭഗവാന്റെ ഈ സയൻസ് ഓഫ് ഗോഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തത്വത്തില് ഇരിക്കണം? ഏത് തത്വത്തില്, ഏത് മോഡില്? ശുദ്ധ സത്വത്തിൽ. ശുദ്ധ തത്വത്തിൽ അല്ലെ? പ്രഭു സത്വഗുണത്തിൽ ഇരുന്നതിന് ശേഷല്ലേ ശുദ്ധ സത്വഗുണം എന്ന് പറയുന്നത്? വിശുദ്ധ സത്വം പറഞ്ഞ പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്, മറ്റത് സാത്വിക് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. സത്വഗുണം ശുദ്ധ തത്വം. ഓക്കെ, മറ്റത് വിശുദ്ധ തത്വം, പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്. സോ ഹി ബിലോങ്സ് ടു ദ ട്രാൻസെൻഡൽ പ്ലെയിൻ. ഈ 3 ഗുണത്തിന്റെയും അതീതമായിട്ടാണ് ആര്? ചൈതന്യ മഹാപ്രഭുവും എല്ലാ വിഷ്ണു തത്വങ്ങളും എല്ലാ ശുദ്ധ ഭക്തന്മാരും. അപ്പോൾ ഈ തത്വം നമ്മള് സാധാരണ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈവൻ ദ മോസ്റ്റ് erudite mundane scholar cannot approach the transcendental plane unless he submits himself to transcendental sound with a receptive mood, for in that mood only can one realize the message of Sri Chaitanya Mahaprabhu. What will be described herein, therefore, has nothing to do with the experimental thoughts created by the speculative habits of inert minds. അപ്പൊ ഈ തത്വങ്ങളും, അതായത് ഭഗവാനെ പറ്റിയിട്ടുള്ള തത്വങ്ങളും ലീലകളും ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ലോജിക്കോ നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ യുക്തിയോ ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നു തരണം. അപ്പൊ നമ്മളുടെ ലിമിറ്റഡ് സെൻസ് പെർസെപ്ഷൻ
ബുദ്ധി, യുക്തി ഇത് ഉപയോഗിച്ചിട്ട് നമ്മള് ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ ഗുണത്തെ, ഭഗവാന്റെ നാമത്തെ, ഭഗവാന്റെ രൂപത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റിയുള്ളൂ. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതായത് എന്താണോ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത് അത് അതേപടി നമ്മൾ ഏറ്റുവാങ്ങുക. ആ ഒരു ശ്രദ്ധ, ആ ഒരു വിശ്വാസം അതിലുണ്ടാവാം, അത് പ്രകാരം ജീവിക്കാം. ഒറ്റ വഴിയുള്ളൂ. നമ്മുടേതായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ്, ഒരു സ്പെക്കുലേഷനും അവിടെ വിലപ്പോവില്ല. നമുക്ക് ഭഗവാനെ അറിയണമെങ്കിൽ, ഭഗവാന്റെ തത്വങ്ങൾ അറിയണമെങ്കിൽ, ലീലകളെ അറിയണമെങ്കിൽ, ഗുണത്തെ, നാമത്തെ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്ന ആ ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അവിടെ നമ്മളുടെ യുക്തിയോ ബുദ്ധിയോ ഒന്നും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളോ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്നു. വാട്ട് വിൽ ബി ഡിസ്ക്രൈബ്ഡ് ഹിയർ ഇൻ therefore has nothing to do with the experimental thoughts. നമ്മൾ നേരത്തെ പഠിച്ച പോലെ രണ്ട് തരത്തിലുള്ള ജ്ഞാനം, നമുക്ക് രണ്ട് തരത്തിൽ ജ്ഞാനം ആർജിക്കാം. ഒന്ന് ഇൻഡക്റ്റീവ്, ഒന്ന് ഡിഡക്റ്റീവ്. ആരോഹണം, അവരോഹണം, അല്ലെ? അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു പ്രോസസ്, നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഡിഡക്റ്റീവ്. എന്താണ്? അവരോഹണം. ഡിസെൻഡിങ് എന്താണോ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ നമ്മൾ എത്തുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക. മറ്റത് ജ്ഞാനികള് തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു പ്രോസസ് പറഞ്ഞാൽ അതെന്താണ്? ആരോഹണ പന്ഥ. അസെൻഡിങ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ്. അതായത് അവര് ഇതെല്ലാം പഠിച്ച് സ്പെക്കുലേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഇതല്ല അതാണ്, അതല്ല ഇതാണ്, അങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്ത് ഒരു ലക്ഷ്യത്തിൽ എത്താൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും അത് എത്തില്ല. അതിന് രാമാനുജാചാര്യ പറഞ്ഞ പോലെ ഒരു കുരങ്ങനും ഒരു പൂച്ചയും. കുരങ്ങൻ തന്റെ കുട്ടിയെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം? അതായത് ആ കുട്ടി തൻ്റെ അമ്മയോ അച്ഛനെയോ മുറുക്കി പിടിക്കണം. എന്നിട്ട് ആ അമ്മ കുരങ്ങൻ അല്ലെങ്കിൽ അച്ഛൻ കുരങ്ങൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ട്, ആ കുട്ടിയുടെ ഗ്രിപ്പ് പോയാൽ താഴെ വീണു. അപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കുട്ടിയുടെ സ്വന്തം ശക്തിയെ. അമ്മയോ അച്ഛനൊന്നും ചെയ്യില്ല, ഒരു പ്രയത്നം ചെയ്യുന്നില്ല. കുട്ടിയുടെ ഇതാണ് മുറുകി പിടിക്കുക എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഒരു പൂച്ചയോ തൻ്റെ പൂച്ചക്കുട്ടിയെ വായോണ്ട് കടിച്ച് പതുക്കെ ഒരു സ്ഥലത്ത്, അപ്പോൾ പൂച്ചക്കുട്ടിക്ക് ഒന്നും ചെയ്യേണ്ട, ഒരു പ്രയത്നമില്ല. അതേപോലെ നമ്മളുടെ ഈ ഗൗഡിയ സമ്പ്രദായം, വൈഷ്ണവ സമ്പ്രദായം എന്താണ്? നമ്മൾ ജസ്റ്റ് ഗുരുജനങ്ങളെ ഫോളോ ചെയ്താൽ മതി. ഒന്നും പേടിക്കേണ്ട. നമ്മളെ ശരിക്കും ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുവരും വളരെ ഈസി ആയിട്ട്. ഒന്നും പേടിക്കേണ്ട. അച്ഛൻ മകനെ കൈ പിടിച്ചിട്ട് ഒരു വളരെ ബിസി ട്രാഫിക്കുള്ള റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മകന് ഒരു പേടിയില്ല. കാരണം തൻ്റെ അച്ഛൻ്റെ സംരക്ഷണത്തിലാണ് അച്ഛൻ കൈ മുറുകി പിടിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. നേരെ മറിച്ച് അച്ഛനില്ല, 2-3 വയസ്സുള്ളൊരു കുട്ടി ഒരു ബിസി ട്രാഫിക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല, പേടിയായിരിക്കും. അത്രയും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നും പോകുന്നുണ്ട്, എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളുടെ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് ഡിസെൻഡിങ് ആണ്. നമ്മൾ എന്താണോ ഗുരുജനങ്ങൾ പറയുന്നത് അത് പ്രകാരം ജീവിച്ചാൽ മതി. നമ്മളുടെ തല ഗ്രഹിക്കേണ്ട, ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധി ഉപയോഗിക്കണം. എന്താണ് എന്ത് ശരി, ഏത് സമ്പ്രദായമാണ് ശരി, ഏത് സമ്പ്രദായമാണ് തെറ്റ്, ഏതാണ് നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകുക, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. അതിനുശേഷം നമ്മളത് മനസ്സിലാക്കി ഈ പാത നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രഭുപാദ, അതേപോലെ പ്രഭുപാദ പോലുള്ള ആചാര്യന്മാരെ എന്താണ് പറയുന്നത് അത് കണ്ണും അടച്ച് വിശ്വസിക്കാം. അതാണ് പ്രഭുപാദയുടെ ഏർലി ഡിസൈപ്പിൾസ്, വെസ്റ്റേൺ ഡിസൈപ്പിൾസ്. അതായത് പ്രഭുപാദ പറഞ്ഞത് വേദവാക്യമാണ്. പ്രഭുപാദയ്ക്ക് അപ്പുറത്ത് വേറൊരു ഇതില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അത്രയും പ്രഭുപാദയുള്ള മമത. പ്രഭുപാദ ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ ഇപ്പൊ പകല്, ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞ രാത്രി. അത്രയും വിശ്വാസം കാണിച്ചാൽ ആ ഒരു വിശ്വാസമാണ് അവരെ ഈ തലത്തിലേക്ക് ഉയർത്തുക, ആചാര്യന്മാരുടെ തലത്തിലേക്ക് ഉയർത്താനുള്ള കാര്യം. നമ്മൾക്ക് എപ്പോഴും ശരിയാണോ, ഇത് വർക്ക് ചെയ്യില്ലേ, അങ്ങനെ ചെയ്താൽ മതിയോ, നമ്മളുടെ ബുദ്ധി വീണ്ടും ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്രഭുപാദ എന്ത് പറയുന്നു അതാണ് നമ്മുടെ വേദവാക്യം, അതാണ് കൺക്ലൂഷൻ. അതിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോയല്ല.
അതിൽ നമുക്ക് അടിയുറച്ച വിശ്വാസമാണ്. അതിലപ്പുറത്തും നമ്മളുടെ ആ ചെറിയ ടൈനി ബ്രെയിൻ, പ്രഭുപാദ എപ്പോഴും പറയുന്നത്, ഡോണ്ട് യൂസ് യുവർ ടൈനി ബ്രെയിൻ. ആൾറെഡി ആചാര്യന്മാർ ഇതെല്ലാം അരച്ച് കലക്കി നമുക്കെല്ലാം വളരെ ഒരു ജ്യൂസ് ഇതിൽ ഫോമിൽ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കുടിക്കേ വേണ്ടു. പിന്നെ വീണ്ടും അതിനെ വിശകലനം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഡിസിപ്ലിൻ സസഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ. സോ എനി ഡീവിയേഷൻ ഫ്രം ദാറ്റ് ലൈൻ will bewilder the reader's understanding of the mystery of Sri Chaitanya Charitamrita, which is a transcendental literature meant for the postgraduate study of one who has realized all the Vedic literatures such as the Upanishads and Vedanta Sutra and their natural commentaries such as Srimad Bhagavatam and Bhagavad Gita. അപ്പോൾ ഇതൊന്ന് നമ്മൾ വ്യതിചലിച്ചാൽ നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തെ എത്തില്ല. ഇത് ട്രാൻസെൻഡന്റൽ ലിറ്ററേച്ചർ ആണ്, 3 ഗുണത്തിന്റെയും അതീതമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി, ഭഗവത്ഗീത പ്രൈമറി സ്റ്റഡി, മറ്റേത് ഭാഗവതം ഗ്രാജുവേറ്റ് സ്റ്റഡി, ചൈതന്യ ചരിതാമൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി. അതായത് ഹയസ്റ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പറഞ്ഞാൽ ഹയസ്റ്റ് ഓഫ് ഓൾ ലിറ്ററേച്ചേഴ്സ്. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ സാധനം, അതായത് മാധുര്യ രസത്തിൽ മറ്റെല്ലാ രസമുണ്ട്. ശാന്തരസമുണ്ട്, ദാസരസമുണ്ട്, സഖ്യരസമുണ്ട്, വാത്സല്യരസമുണ്ട്, മാധുര്യരസമുണ്ട്. അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഭൂമിയിലെ മറ്റെല്ലാ എലിമെന്റ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചൈതന്യ ചരിതാമൃത ഇല്ലേ, ഭഗവത്ഗീത ഫിലോസഫിയുണ്ട്, ഭാഗവതത്തിലെ ലീലകളും തത്വങ്ങളും എല്ലാം ഉണ്ട്. അതിനും ഉപരിയായിട്ട് എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഒരു ട്രാൻസെൻഡന്റൽ ലിറ്ററേച്ചറാണ് നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദ ഈവൻ ഭാഗവതം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ചൈതന്യ ചരിതാമൃത കംപ്ലീറ്റ് ചെയ്തു. ഭാഗവതം 10ാമത്തെ സ്കന്ധം 13ാമത്തെ അധ്യായത്തിലോട് കൂടിയിട്ട് പ്രഭുപാദ കഴിഞ്ഞതോടുകൂടി പ്രഭുപാദ ഈ ലെഫ്റ്റ് ദ വേൾഡ്, തിരുഭാവം അല്ലെ, അത് ബാക്കിയുള്ളത് പ്രഭുപാദ ഡിസൈപ്പിൾസ് ആണ് ചെയ്തിരിക്കുന്നത്. ചൈതന്യ ചരിതാമൃത ആദ്യം അത് ഫിനിഷ് ചെയ്തു. അതേപോലെ തന്നെ 10ാമത്തെ സ്കന്ധത്തിന്റെ ആ ഒരു സാരാംശം, കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, അതും പ്രഭുപാദ നമുക്ക് തന്നു. അതായത് അദ്ദേഹം പോകുന്നതിന് മുമ്പേ, ഈ ഭൗതിക ലോകം വിട്ടു പോകുന്നതിന് മുമ്പേ അതിന്റെ സാരാംശം നമുക്ക് തരണം ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് മുഴുമിക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടില്ല. ഇവിടെ 10ാമത്തെ ആ സ്കന്ധം മുഴുമിച്ചില്ല. അതുകൊണ്ട് അതിന്റെ എസൻസ് കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ള ആ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കിട്ടി. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷാണ്. പ്രഭുപാദ എന്നുള്ളൊരു ആചാര്യൻ നമുക്ക് കിട്ടുന്നതും പ്രഭുപാദ എന്നുള്ള ഈ ആചാര്യൻ ഇതെല്ലാം ഒരു ലഡ്ഡു പോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി അത് ജസ്റ്റ് കഴിക്കുകയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ തത്വങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ള ആൾക്കാരെ പോലെ അവിടെ ആ അമ്പലത്തിലും ഈ അമ്പലത്തിലും ആ സമ്പ്രദായത്തിലും ഈ സമ്പ്രദായത്തിലും എന്താണ് ജീവിത ലക്ഷ്യം, ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാണ്ട് അവിടെയും ഇവിടെയും പോയിട്ട് സമയം നമ്മൾ കളയുമായിരുന്നു. ഇതെല്ലാം നമ്മളെല്ലാം സൗഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മുടെ ഈ ബോണഫൈഡ് സമ്പ്രദായത്തിൽ എസ്പെഷ്യലി പ്രഭുപാദയുടെ ആ ഒരു ആശ്രയത്തിൽ നമുക്ക് വരാൻ പറ്റി. പ്രഭുപാദ ഒരുപാട് രത്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ജെംസ്, തൻ്റെ ശിഷ്യന്മാരായിട്ട്. അപ്പൊ അവരുടെ ആ ഒരു കൃപാകടാക്ഷവും അവരുടെ ഗൈഡൻസും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നമ്മൾ കലിയുഗത്തിലെ നല്ല സമയത്താണ് ജനിച്ചിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു വന്നിട്ടുള്ള ആ സമയത്തിന്റെ 520 വർഷം പിന്നിട്ടിട്ടുള്ളൂ. 10,000 വർഷം ഗോൾഡൻ ഇയറ, സുവർണ പീരീഡാണ്. അപ്പൊ ആ സമയത്താണ് അതില് വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ഷെൽട്ടറിൽ, പ്രഭുപാദ ഷെൽട്ടറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. So this edition of Sri Chaitanya Charitamrita is presented for the study of sincere scholars who are really seeking the absolute truth. പരമസത്യത്തിനെ അന്വേഷിച്ചിരിക്കുന്ന ശരിക്കും ആ തത്വത്തെ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചൈതന്യ ചരിതാമൃതൻ ഈ എഡിഷൻ പ്രഭുപാദ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. It is not the arrogant scholarship of a mental speculator, but a sincere effort to serve the order of his superior authority, whose service is the life and soul of the humble effort.
It does not deviate even slightly from the revealed scriptures, and therefore anyone who follows in the disciplic line will be able to realize the essence of this book simply by the method of oral reception. അപ്പോൾ ഇത് ഒരു ഇഞ്ച് പോലും നമുക്ക് ഒരു ലെവൽ ലേശം കൂടിയും ആക്ച്വൽ അതിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിയിട്ടില്ല. ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചത് എന്താണോ ഈ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ച് അതേപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ലാണ്ട് യാതൊരു ഡൈലൂഷനും ഇല്ലാണ്ട് അത് നമ്മളിലേക്ക് എത്തിച്ചു തരാണ് പ്രഭുപാദ് ചെയ്യുന്നത്. അതും ഓറൽ റിസെപ്ഷൻ, സിംപ്ലി ബൈ ദ മെത്തേഡ് ഓഫ് ഓറൽ റിസെപ്ഷൻ. The essence of this book simply by the method of oral reception. So the first chapter of Sri Chaitanya Mahaprabhu begins with 14 Sanskrit verses that describe the absolute truth. അപ്പോൾ ആദ്യത്തെ ഈ അധ്യായം തുടങ്ങുന്ന 14 സാൻസ്ക്രിറ്റ് വേഴ്സസ് ആണ്. എന്നതിനെ പറ്റി അബ്സല്യൂട്ട് ട്രൂത്തിനെ പറ്റി പരമസത്യത്തെ പറ്റിയിട്ട് വിവരിച്ചിട്ടുള്ള 14 ശ്ലോകങ്ങൾ ആണ്. Then the next 3 Sanskrit verses describe the principal deities of Vrindavana, namely Sri Radha Madan Mohan, Sri Radha Govindadeva and Sri Radha Gopinath. നമുക്കറിയാം, അതായത് ഈ 3 ഡേറ്റീസ്, ഈ പ്രിസൈഡിങ് ഡേറ്റീസ് എല്ലാം സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി അവരുടെ ഡേറ്റീസ് ആണ്. ഇവരെല്ലാം ഈ എന്താണ് 3 ഇതാണ്. ഒന്ന് സംബന്ധം, ആഭിധേയം, പ്രയോജനം. സനാതന ഗോസ്വാമിയാണ് സംബന്ധാചാര്യ, അതേപോലെ രൂപ ഗോസ്വാമിയാണ് ആഭിധേയ ആചാര്യ, ആൻഡ് രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ് പ്രയോജനാചാര്യ. അപ്പൊ ഈ 3 ഡേറ്റീസാണ് അവിടെ പറയുന്നത്. വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡേറ്റീസാണ് ശ്രീ രാധാ മദൻ മോഹൻ, ശ്രീ രാധാ ഗോവിന്ദദേവ് ആൻഡ് ശ്രീ രാധാ ഗോപിനാഥ്ജി. അപ്പോൾ രാധാ മദൻ മോഹൻ എന്ന് പറഞ്ഞാൽ സംബന്ധ ഡേറ്റിയാണ്. അപ്പൊ നമ്മളും ഭഗവാനും തമ്മിലുള്ള സംബന്ധം, റിലേഷൻഷിപ്പ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഡേറ്റിയാണ് രാധാ മദൻ മോഹൻ. അതിന്റെ ആചാര്യനാണ് ആര്? സനാതന ഗോസ്വാമി അല്ലേ. പിന്നെ അതേപോലെ തന്നെ അതിനുള്ള പ്രോസസ്, നമ്മൾ ബന്ധം എങ്ങനെ സ്ഥാപിക്കാം ഭഗവാനായിട്ട്, അതിനുള്ളൊരു പ്രോസസ് ഉണ്ടല്ലോ, ഒരു വിധി ഉണ്ടല്ലോ, വിധിവിധാനമുണ്ടല്ലോ. അത് എങ്ങനെയാണെന്ന് അത് നമുക്ക് ആ ഡേറ്റി രാധാ ഗോവിന്ദദേവ, അതിന്റെ ആചാര്യനാണ് രൂപ ഗോസ്വാമി. അതേപോലെ ശ്രീ രാധാ ഗോപിനാഥ്ജി, അത് പ്രയോജനം. അപ്പോൾ നമ്മളുടെ സംബന്ധം, അതായത് റിലേഷൻഷിപ്പ്, അത് കഴിഞ്ഞ് അതിനുള്ള പ്രോസസ്സ്, അത് കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം. എന്താണ് പ്രയോജനം? അതാണ് രാധാ ഗോപിനാഥ്ജി and ആചാര്യന് രഘുനാഥ് ദാസ് ഗോസ്വാമി. So the first of the 14 verses is a symbolic representation of the supreme truth, and the entire first chapter is in actuality devoted to the single verse which describes Lord Chaitanya in his 6 different transcendental expansions. അപ്പോൾ ആദ്യത്തെ 14 വേഴ്സസ് എന്താണ്? റെപ്രസെന്റിങ് സുപ്രീം ട്രൂത്ത്, അബ്സല്യൂട്ട് ട്രൂത്ത്, പരമസത്യത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ദ എൻറ്റയർ ഫസ്റ്റ് ചാപ്റ്റർ, ആദ്യത്തെ അധ്യായം എന്താണ്? ഡിവോട്ടഡ് ടു ദിസ് സിംഗിൾ വേഴ്സ് വിച്ച് ഡിസ്ക്രൈബ് ലോർഡ് ചൈതന്യ ഇൻ 6 ഡിഫറെന്റ് ട്രാൻസെൻഡന്റൽ ക്വാളിറ്റീസ്. 6 ദിവ്യമായിട്ടുള്ള ആ എക്സ്പാൻഷനെ പറ്റിയാണ് അത് പ്രതിപാദിക്കുന്നത്. So the first manifestation described is the spiritual master who appears in 2 plenary parts called the initiating spiritual master and the instructing spiritual master. The ആദ്യത്തെ മാനിഫെസ്റ്റേഷൻ എന്താണ്? ഒന്ന് 2 പാർട്ടിലാണ്, 2 ഭാഗമായിട്ട് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ഇനീഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ. ഇനീഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ പറഞ്ഞാൽ അത് ദീക്ഷ തരുന്ന സ്പിരിച്വൽ മാസ്റ്റർ. അപ്പൊ നമ്മളൊരു സമ്പ്രദായത്തിലേക്ക് യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമ്പ്രദായത്തിൽ ദീക്ഷ എടുക്കണം, ഇനീഷ്യേഷൻ എടുക്കണം. അപ്പോൾ അതാരാണ് ചെയ്യുന്നത്? നമുക്ക് ഒരു ദീക്ഷാ ഗുരുവാണ്. ആ ദീക്ഷാ ഗുരുവാണ് നമ്മളെ ഈ സമ്പ്രദായത്തിലേക്ക് ഘടിപ്പിക്കുന്നത്. ആൻഡ് ഇൻസ്ട്രക്ടിങ് സ്പിരിച്വൽ മാസ്റ്റർ. ഇൻസ്ട്രക്ടിങ് സ്പിരിച്വൽ മാസ്റ്റർ ദീക്ഷാഗുരു തന്നെ ശിക്ഷാഗുരു ആവാം. അതല്ലാണ്ട് ദീക്ഷാഗുരു ഒന്നേ പാടുള്ളൂ, ശിക്ഷാഗുരു മൾട്ടിപ്പിൾ ആവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശ്യാമാനന്ദ പണ്ഡിറ്റ്, ശ്രീനിവാസ് ആചാര്യ, നരോത്തം ദാസ് ഠാക്കൂർ, ഇവരെല്ലാം ശിക്ഷാഗുരു ആരാണ്? ജീവഗോസ്വാമി. ദീക്ഷാഗുരു വേറെയാണ്. ഇവരെല്ലാം ദീക്ഷാഗുരു, പക്ഷെ ഇവരെല്ലാം ശിക്ഷാഗുരു ജീവഗോസ്വാമി.
അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ശിക്ഷാഗുരു ആവും, നമ്മുടെ ദീക്ഷാഗുരും ശിക്ഷാഗുരു ആവാം, പ്ലസ് കൂടുതലാവും. പക്ഷെ സമ്പ്രദായത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ദീക്ഷാഗുരുത്വമാണ്. അപ്പൊ രണ്ട് ആസ്പെക്ട് ആണ്, ഒന്ന് ഇനീഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ, രണ്ട് ഇൻസ്ട്രക്ടിങ് സ്പിരിച്വൽ മാസ്റ്റർ. They are identical because both of them are phenomenal manifestations of the supreme truth. അവരെ ഐഡന്റിക്കൽ എന്ന് കാണിച്ചാൽ അവരെ നമ്മൾ രണ്ടായിട്ട് കാണാൻ പാടില്ല, ദീക്ഷാഗുരുവിനെയും ശിക്ഷാഗുരുവിനും. കാരണം അവര് പരമസത്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. രണ്ടുപേരും, ദീക്ഷാഗുരും ശിക്ഷാഗുരും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്. ദേ ആർ ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അതുകൊണ്ട് ഒരാൾ വലുത് ഒരാൾ ചെറുത് അങ്ങനെ കാണാൻ പാടില്ല, ഐഡന്റിക്കൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആർ ദ ഡിവോട്ടീസ് who are divided into two classes, namely the appearances and the apprentices and the graduates. പിന്നെ ഡിവോട്ടീസിനെ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ഇനീഷ്യേറ്റ്, ഇനീഷ്യൽ അല്ലാതെ നിയോഫൈറ്റ്സ്, അപ്രന്റിസസ്, അവർ ജസ്റ്റ് ജോയിൻ ചെയ്തുള്ളൂ. പിന്നെ ഗ്രാജുവേറ്റ്സ്, അവർ കുറച്ച് പക്വത വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആർ ദ ഇൻകാർണേഷൻസ്, അവതാരാസ് ഓഫ് ദ ലോർഡ്, who are explained to be non-different from the Lord. പിന്നെ ഭഗവാന്റെ അവതാരങ്ങൾ. ഓക്കെ, ഒരുപാട് അവതാരങ്ങളുണ്ട് അല്ലെ. 6 തരത്തിലുള്ള അവതാരങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്? പുരുഷാവതാരം, ഗുണാവതാരം, പിന്നെ ലീലാവതാരം, മന്വന്തരാവതാരം, ശക്തി ആവേശാവതാരം, പിന്നെന്താണ് ഒന്നും കൂടി, എന്താണ് മിസ് ചെയ്തത്? യുഗാവതാരം. അങ്ങനെ 6 തരത്തിലുള്ള അവതാരങ്ങൾ അല്ലെ. അപ്പൊ ഈ അവതാരങ്ങളെന്നും നമ്മള് ചെറുതായി കാണാൻ പറ്റില്ല, സെൽഫ് സെയിം വിഷ്ണു തന്നെയാണത്. അപ്പൊ അവരുടെ ഓരോ മിഷൻ ഉണ്ട്, ഓരോ ദൗത്യമുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ധരാതലത്തില്, ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നത്. അത് കഴിഞ്ഞാൽ അവർ പോവും, അവരെ സ്വന്തം ലോകത്തിലേക്ക് പോവും. അവരെല്ലാം എറ്റേണൽ അവതാരങ്ങള്, എറ്റേണൽ പേഴ്സണാലിറ്റീസ് ആണ്. അവരിവിടെ വന്നു, അവരുടെ ദൗത്യം കഴിഞ്ഞു, അവർ തിരിച്ചു പോയി. അപ്പോൾ നെക്സ്റ്റ് ആർ ദ ഇൻകാർണേഷൻസ്, അവതാരാസ് ഓഫ് ദ ലോർഡ്, ഹു ആർ എക്സ്പ്ലെയിൻ ടു ബി നോൺ ഡിഫറെന്റ് ഫ്രം ദ ലോർഡ്. ഭഗവാൻ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാനേ പാടില്ല. These incarnations are considered in 3 divisions: incarnations of the potency of the Lord, incarnations of his qualities, and incarnations of his authority. ഇതിനെ 3 തരമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ശക്തി, ഒന്ന് ഗുണം, ഒന്ന് അതോറിറ്റി. ഈ 3 ഭാഗമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. In this connection, Lord Sri Krishna's direct manifestations are manifested and his manifestation for transcendental pastimes are discussed. അപ്പോൾ ഇതില് ഭഗവാന്റെ ഡയറക്റ്റ് മാനിഫെസ്റ്റേഷനും അതേപോലെ ലീല ഇൻകാർണേഷനും പ്രതിപാദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കൺസിഡർഡ് ആർ പൊട്ടൻസീസ് ഓഫ് ദ ലോർഡ്, ഓഫ് വിച്ച് 3 പ്രിൻസിപ്പൽ മാനിഫെസ്റ്റേഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ്: ദ കൺസേർട്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് വൈകുണ്ഠ, ദ ക്വീൻസ് ഓഫ് ദ്വാരകധാമ, ആൻഡ് ദ ഹയസ്റ്റ് ഓഫ് ഓൾ ദ ഡാംസൽസ് ഓഫ് വ്രജധാമ. ഓക്കെ, അപ്പോൾ പൊട്ടൻസി, ശക്തിയിലെ 3 പ്രധാനപ്പെട്ടത്: ഒന്ന് വൈകുണ്ഠ ലോകത്തിലെ കൺസേർട്സ്, പിന്നെ റാണിമാര് ദ്വാരകധാമിലെ, അതായത് ഭഗവാന്റെ കൺസേർട്സ്, ഹയസ്റ്റ് ഗോപികമാര് വ്രജധാമത്തില്, ഇതെല്ലാം. അപ്പൊ അതിന്റെ ഒറിജിനൽ എവിടെ നിന്നാണ്? ഇപ്പൊ രാധാരാണി അതിന്റെ എല്ലാം റൂട്ട് കോസ്, ഇതിന്റെ ശ്രോതസ് അവിടെ നിന്നാണ്. രാധാരന്റെ എക്സ്പാൻഷൻ തന്നെയാണ് വൈകുണ്ഠത്തിലെ ലക്ഷ്മി ദേവി. ആ രാധാന്റെ എക്സ്പാൻഷൻ തന്നെയാണ് ദ്വാരകയിലുള്ള രാജ്ഞിമാരും. അവന് ആ രാധാരന്റെ എക്സ്പാൻഷൻ തന്നെ ഈ ഭൗതിക ലോകത്തിലെ പാർവതിയും. അപ്പൊ അതിന്റെ സ്രോതസ്, അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ്. ഇതാണ് വൈഷ്ണവ സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഹയസ്റ്റ് ഓഫ് ഓൾ ദ ഡാംസൽസ് ഓഫ് വ്രജധാമ, ഗോപികമാര്. ഫൈനലി ദർ ഈസ് ദ സുപ്രീം ലോർഡ് ഹിംസെൽഫ്, ഹു ഇസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ ദീസ് മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഇതെല്ലാം അതിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ എന്നാണല്ലോ രാധാറാണി ശക്തി വരുന്നത്. ഭഗവാന്റെ and finally there is the Supreme Lord himself, who is the founder and head of all these manifestations. Prabhupada, a beautiful ഒരു വേർഡാണ് ഭഗവാനെ ഇവിടെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത്, ഫൗണ്ടൻ ഹെഡ്.
പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് അല്ലെ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. സുപ്രീം എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ്, പേഴ്സണാലിറ്റി പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ. നമ്മളൊക്കെ നമ്മളെ എസ്പെഷ്യലി കേരളത്തിലുള്ള ആൾക്കാർക്ക് പല ആൾക്കാർക്കും സംശയമുണ്ട്, ഭഗവാൻ വ്യക്തിയാണോ ശക്തിയാണോ. അപ്പോൾ നമ്മളുടെ ഈ വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യാത്ത ആൾക്കാരോട് ചോദിച്ചാൽ ഭഗവാൻ ശക്തിയാണെന്ന് പറയുള്ളൂ, വ്യക്തിയാണെന്ന് പറയില്ല. അല്ലെ, വ്യക്തിയിൽ നിന്നാണ് ശക്തി വരുന്നത്, ശക്തിമാൻ എന്നാണ് ശക്തി വരുന്നത്. സോ ശക്തി ഷുഡ് ഹാവ് എ ശക്തിമാൻ ഓർ വ്യക്തി. ശക്തി സെക്കൻഡറി ആണ്. ശക്തി ഇല്ലാണ്ട് ശക്തിമാനും ഇല്ല, ശക്തിമാനില്ലാണ്ട് ശക്തിയില്ല. പക്ഷെ ശക്തിമാൻ ഈസ് ഒറിജിനൽ. അപ്പോ അത് ആണ് സുപ്രീം പേഴ്സൺ. സോ ഈസ് എ പേഴ്സൺ. നമ്മൾക്ക് ശരീരമുണ്ട്, നമുക്ക് ഫോം ഉണ്ട്, ഭഗവാൻ ഫോം ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഒരുപാട് ഗോഡ്സ് ഉണ്ട് അല്ലെ. നമ്മള് ഇഷ്ടം പോലെ 33 കോടി ദേവന്മാരുണ്ട്. അപ്പൊ എല്ലാവരും, ചില ആൾക്കാർ ഭഗവാനായിട്ട് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണെന്ന് കാണുന്നു. പക്ഷേ അല്ല, അതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ഗോഡ് ഹെഡ്, ഹി ഈസ് ദ ഹെഡ് ഓഫ് ഓൾ ഗോഡ്സ്. അപ്പൊ കൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഫൈനലി ദർ ഇസ് ദ സുപ്രീം ലോർഡ് ഹിംസെൽഫ് ഹു ഈസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ ദീസ് മാനിഫെസ്റ്റേഷൻ. സോ ഹി ഈസ് ദ സോഴ്സ്, ഹി ഈസ് ദ മാസ്റ്റർ, ഹി ഈസ് ദ പ്രൊപ്പറേറ്റർ, ഹി ഈസ് ദ കൺട്രോളർ, ഹി ഈസ് ദ എൻജോയർ. അദ്ദേഹത്തിന് എന്താണ് അസമ ഊർധ്വ എന്ന് പറയുന്നത്. അസമ ഊർധ്വ, ഈക്വൽ ആയിട്ട് ആരുമില്ല, അയാളുടെ മുകളിലും ആരുമില്ല. ഈസ് ഓൺലി വൺ വിത്തൗട്ട് എ സെക്കൻഡ്. അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻസിനും അദ്ദേഹത്തിന്റെ ഇൻകാർണേഷൻസും ആണ് പലരും. പക്ഷെ ഗോഡ് ഈസ് ഓൺലി വൺ. ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. ഒരു ജോയിന്റ് വെഞ്ചർ അല്ല. ഗോഡ്സ് ആർ മെനി. നോ, ഗോഡ് ഈസ് ഓൺലി വൺ. ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പാൻഷൻ ഉണ്ടാവും, അവതാരങ്ങൾ ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ആ അവതാരങ്ങളും ആ എക്സ്പാൻഷനും ഈ പ്രപഞ്ചത്തിൽ ഇറങ്ങി വരുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ ഈസ് വൺ, അല്ലാണ്ട് രണ്ടല്ല, അല്ലാണ്ട് മെനി അല്ല. So Lord Sri Krishna and his plenary expansions are all in the category of the Lord himself. ഇതെല്ലാം വിഷ്ണു തത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ പ്ലിനറി എക്സ്പാൻഷൻസും എല്ലാം ഭഗവാന്റെ കാറ്റഗറി, സ്വാംശ എന്ന് പറയും. എന്തായാലും പറയാ, സ്വാംശ. സ്വാംശമുണ്ട്, വിഭിന്നാംശമുണ്ട്, സെപ്പറേറ്റഡ് എക്സ്പാൻഷൻ. നമ്മളൊക്കെ ഇതിൽ വരും സെപ്പറേറ്റഡ് എക്സ്പാൻഷൻസ് വരും അല്ലെ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭൂമിരാപ്പോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മെ ഭിന്ന പ്രകൃതിഷ്ഠത. ഭിന്ന പ്രകൃതി, സെപ്പറേറ്റഡ് നേച്ചറാണ് അല്ലെ. ഈ ഭൂമി, ആപ്പോ, അനലോ, വായു, ഖം, മൻ, അഹങ്കാര ആൻഡ് ബുദ്ധി, ഇതെല്ലാം എന്താണ്? ഭഗവാന്റെ ഭിന്ന പ്രകൃതി നേച്ചറാണ്, മെറ്റീരിയൽ നേച്ചറാണ്. അതേപോലെ ഭഗവാന്റെ സ്വാംശമുണ്ട്. അതായത് എല്ലാ വിഷ്ണു തത്വങ്ങളും ഭഗവാന്റെ എക്സ്പാൻഷൻസും അവതാരങ്ങളെല്ലാം സ്വാംശമാണ്, വിഭിന്നാംശങ്ങള് ജീവതത്വങ്ങൾ. So Lord Sri Krishna and his plenary expansions are all in the category of the Lord himself, the energetic absolute truth, whereas his devotees, his eternal associates are his energies. Energy, അതിന്റെ ശക്തിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ലിവിങ് എനർജീസ്, ജീവാത്മാക്കൾ വരുന്നത് ഏത് കാറ്റഗറിയാണ്? മാർജിനൽ എനർജി, തടാസ്ഥ ശക്തി. The energy and the energetic are fundamentally one. എനർജിയും എനർജറ്റിക്കും ശക്തിയും ശക്തിമാനും ഫണ്ടമെന്റലി നോക്കിയാൽ ഒന്നാണ്. ബട്ട് സിൻസ് ദെയർ ഫങ്ഷൻസ് ആർ ഡിഫറെന്റ്ലി എക്സിബിറ്റഡ്, ദേ ആർ സൈമിൾട്ടേനിയസ്ലി ഡിഫറെന്റ് ആൾസോ. അപ്പോൾ ഒന്നാണ്, അതേപോലെ വ്യത്യാസമാണ്. ഓക്കെ, ഇതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തന്ന സിദ്ധാന്തം. അചിന്ത്യ ഭേദ അഭേദ തത്വം. ഒന്നാണ്, വ്യത്യാസമാണ്, സൈമിൾട്ടേനിയസ്. എന്താണ് ഈ ഒന്ന്? നമ്മൾ വൺ ഇൻ ക്വാളിറ്റി. ഭഗവാൻ എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടോ ആ എല്ലാ ക്വാളിറ്റിയും ഭഗവാന്റെ അംശമായിട്ടുള്ള നമുക്കുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല. എന്താണ് ഭഗവാന്റെ ക്വാളിറ്റി? സച്ചിദാനന്ദം. നമ്മുടെയും സച്ചിദാനന്ദം. നമ്മുടെ ആത്മാവിന്റെ കാര്യം പറയുന്നത് ശരീരം നശ്വരമാണ്, അത് പെരിഷബിൾ ആണ്, അത് പഞ്ചധാതുക്കളെ കൊണ്ടുണ്ടായിരിക്കുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ശരിക്കുള്ള ലിവിങ് എൻറ്റിറ്റി, ജീവാത്മ. അത് സച്ചിദാനന്ദമാണ്. കാരണം ഭഗവാൻ സച്ചിദാനന്ദമാണ്.
അപ്പോൾ ക്വാളിറ്റിയിൽ സെയിം ആണ്, പക്ഷെ ക്വാണ്ടിറ്റി നമ്മളെ ഒരു തുള്ളി വെള്ളമാണെങ്കിൽ ഭഗവാൻ ഒരു സാഗരമാണ്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി സെയിം ക്വാളിറ്റി ഉണ്ട്. അതാണ് സൈമിൾട്ടേനിയസ് വൺ ആൻഡ് ഡിഫറെന്റ്. ഒരേ സമയത്ത് ഒന്നാണ്, പക്ഷെ ഡിഫറെന്റ്. ഡിഫറെന്റ് ഇൻ വാട്ട് സെൻസ്? ഡിഫറെന്റ് ഇൻ ക്വാണ്ടിറ്റി ആണ് അചിന്ത്യ ഭേദ അഭേദ തത്വം. അചിന്ത്യ മീൻസ് ഇൻകൺസീവബിൾ ആണ്, നമ്മളുടെ ബുദ്ധിയോ യുക്തിയോ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ അചിന്ത്യ എന്ന് പറയുന്നു. ഇപ്പൊ ചില ലീലകള് നമ്മളുടെ ബുദ്ധിക്ക് നിരക്കാത്ത വിധത്തിലാണ്, അത് മനസ്സിലാവില്ല. എങ്ങനെ ഇത് സാധിക്കും? കാരണം നമ്മളുടെ ബുദ്ധി അത് ഉൾക്കൊള്ളാൻ വളർന്നിട്ടില്ല, ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അചിന്ത്യ അല്ലെങ്കിൽ ഇൻകൺസീവബിൾ എന്ന് പറയുന്നത്. അപ്പൊ ചില ലീലകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതായത് സംശയം തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മളുടെ ആ ടൈനി ഇന്റലിജൻസ് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ അവിടെ ആ ഇന്റലിജൻസ് ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. എന്താണോ ആചാര്യന്മാർ പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാനേ പാടുള്ളൂ. അപ്പൊ അതിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. So thus the absolute truth is manifested in diversity in one unit. Diverse manifested, but it is all one unit. This philosophical truth, which is pursuant to the Vedanta Sutra, is called Achintya Bheda Abheda Tattva. അതാണ് ഞാൻ പറഞ്ഞത്, അചിന്ത ഭേദ അഭേദ തത്വം. ഇൻകൺസീവബിൾ, സൈമിൾട്ടേനിയസ് വൺനെസ് ബട്ട് ഡിഫറെന്റ്. അതാണ് സിദ്ധാന്തം. ഓക്കെ, അദ്വൈത സിദ്ധാന്തം ഉണ്ട് അല്ലേ, ദ്വൈത സിദ്ധാന്തം ഉണ്ട്, വിശിഷ്ടാദ്വൈതം ഉണ്ട്, ശുദ്ധാദ്വൈതം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിരിക്കുന്ന സിദ്ധാന്തം ദിസ് ദ മോസ്റ്റ് റിഫൈൻഡ് ഫിലോസഫി, മോസ്റ്റ് റിഫൈൻഡ്. അതാണ് അചിന്ത ഭേദ അഭേദ തത്വം, or the conception of simultaneous oneness and difference. In the later portion of this chapter, the transcendental position of Sri Chaitanya Mahaprabhu and that of Srila Nityananda Prabhu are described with the reference to the above theistic facts. അപ്പോൾ ഈ അധ്യായത്തിന്റെ അവസാനത്തെ പോർഷനിലെ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ആ പൊസിഷൻസ് അവിടെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈ അധ്യായത്തിന്റെ അവസാനത്തില് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ടെക്സ്റ്റ് 1 നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് ടെക്സ്റ്റ് 1 തുടങ്ങാം. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ലീല പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ് നമുക്ക് ടെക്സ്റ്റ് 1 തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ അല്ലെ. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ എന്തുകൊണ്ടാണ് നാമാചാര്യൻ എന്ന് കേട്ട കാരണം ഒരു ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചിട്ടും അദ്ദേഹം 24 മണിക്കൂറും സദാസമയം കീർത്തനീയ സദാഹരി സതതം കീർത്തയന്തോമ, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുന്നു. ഒരു സനാതന കുടുംബത്തിലല്ല ജനിച്ചിട്ട്, എന്നിട്ടും കൂടിയിട്ട്. അപ്പോ അത്രയും ശുദ്ധനാമം ജപിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത്രയും ഒരു ശുദ്ധഭക്തനായിരിക്കണം. അപ്പോ ആ ശുദ്ധഭക്തനെ മുസ്ലിം രാജാവ് എന്ത് ചെയ്തു? ശിക്ഷിക്കാൻ. കാരണം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും കൂടിയിട്ട് അദ്ദേഹം സനാതന ധർമ്മം ഫോളോ ചെയ്യുന്നു, ഹരിനാമം ജപിക്കുന്നു, അത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. തൻ്റെ സ്വന്തം ആ ഇത് വിട്ടിട്ട് മതത്തിനെ ഉപേക്ഷിച്ചിട്ട് മറ്റു മതം സ്വീകരിച്ചപ്പോൾ അവരുടെ ആ കാര്യങ്ങളെല്ലാം നാമജപമൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരെ എങ്ങനെയെങ്കിലും ഹരിദാസ് ഠാക്കൂറിനെ എങ്ങനെയെങ്കിലും പേര് ദൂഷ്യം വരുത്തണം, എങ്ങനെയും താഴെ വീഴ്ത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് ഒരുപാട് ഇപ്പൊ ശിക്ഷ വിധിച്ചു. എന്നാണ് ശിക്ഷ വിധിച്ചത്? 22 മാർക്കറ്റ് പ്ലേസിൽ ഇദ്ദേഹത്തിനെ വിപ്പ് ചെയ്യണം, ചാട്ടവാറുകൊണ്ട് അടിക്കണം. അപ്പൊ അതിനുള്ള ആൾക്കാരെയൊക്കെ ഒരുക്കി. അപ്പൊ ഇവരെ ഏൽപ്പിച്ചു. ഈ നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിനെ കൊണ്ടുപോയി ആദ്യത്തെ മാർക്കറ്റ് പ്ലേസിൽ. അവിടെ അടിയോട് അടി. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ യാതൊന്നും പ്രതികരിക്കുന്നില്ല, കൈ കൂപ്പിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, പ്ലീസ് ഫോർഗീവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. അവരെ മാപ്പാക്കണം.
എന്താ അവർക്ക് അറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്. അതേപോലെ ഹരിദാസ് ഠാക്കൂറും അതാണ്, ഇത് എന്നെ ഇവര് ഇത്രയും ശിക്ഷിക്കുന്നുണ്ട്, അവർക്ക് അറിയുന്നില്ല അവർ ചെയ്യുന്ന തെറ്റ്, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യരുത്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആര് പ്രാർത്ഥിച്ചത്? ഹരിദാസ് ഠാക്കൂർ. അങ്ങനെ ഓരോ മാർക്കറ്റ് പ്ലേസിലും അദ്ദേഹത്തിന് ഈ ചാട്ടവാറം കൊണ്ട് അടിക്കാണ്. ഓരോ സമയത്തും ഇദ്ദേഹം ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് ഒരു ശിക്ഷയും കൊടുക്കരുതേ എന്നുള്ള പ്രാർത്ഥന. ഇത് കണ്ട് സഹിക്കാതെ ഗോലോകത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ചക്രത്തിനെ വിട്ടു. അതായത് ഈ ഹരിദാസ് ഠാക്കൂറിനെ ശിക്ഷിക്കുന്ന ആൾക്കാരെ വധിക്കാൻ വേണ്ടിയിട്ട്. സുദർശന ചക്രം വന്ന സമയത്ത് ഹരിദാസ് ഠാക്കൂർ കൂപ്പ് കൈകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഇവരെ ശിക്ഷിക്കരുതേ, ഇവരെ മാപ്പ് കൊടുക്കണേ, ഇവർക്ക് മാപ്പ് കൊടുക്കണേ. അപ്പൊ സുദർശന ചക്രൻ ആരുടെ വാക്ക് കേൾക്കും? ഭഗവാൻ എന്തിനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിനെ ശിക്ഷിക്കുന്ന ആൾക്കാരെ വധിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുമ്പോ ഹരിദാസ് ഠാക്കൂർ പ്രാർത്ഥിക്കുന്നത് അവർക്ക് മാപ്പ് കൊടുക്കണേ, അവരെ ശിക്ഷിക്കരുത്, അവരറിയാതെ ചെയ്യുന്നതാണ്, അവരല്ല അത് ചെയ്യുന്നത് എന്ന് വേറെ ആൾക്കാരുടെ നിർബന്ധപ്രകാരം അവർ ചെയ്യാണ്. അവരിതിൽ പങ്കാളികളല്ല. അവരുടെ തൻ്റെ രാജാവിൻ്റെ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്നു മാത്രം, അവരെ ശിക്ഷിക്കരുത്. അപ്പൊ സുദർശന ചക്രൻ എന്നായി മേലായി എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞത് കേൾക്കണോ അതോ ഭക്തൻ പറഞ്ഞു കേൾക്കണോ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറയുന്നത്? എൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും നശിക്കില്ല. എന്താണ് പറയുന്നത്? നമ്മെ ഭക്ത നശ്യതി, അല്ലെ? എൻ്റെ ഭക്തന്മാരെ ഒരിക്കലും നശിക്കില്ല, നശിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഇതും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, അഹം ഭക്ത പരാധീനം, ഞാൻ ഭക്തന്മാരുടെ അധീനത്തിലാണ്. അപ്പൊ ഏത് സുദർശന ചക്രം ആകെ കൺഫ്യൂഷനായി, എന്ത് കേൾക്കും ഞാൻ? ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് ഇവരെ വധിക്കണം, പക്ഷെ ഇവിടെ ഭക്തൻ പറയുന്നു വധിക്കരുത്, അവരെ രക്ഷിക്കണം, അവരറിയുന്നില്ല അവർ ചെയ്യുന്ന കുറ്റം എന്താണെന്ന്. നമ്മെ ഭക്തിയ പ്രണശ്യതി ആൻഡ് അഹം ഭക്ത പരാധീനോ, എൻ്റെ അധീനത്തിലാണ് അപ്പൊ ഭക്തന്മാർ പറഞ്ഞു. അപ്പൊ നിവൃത്തിയില്ലാണ്ട് ഭക്തനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. തിരിച്ചു പോയപ്പോ ഭഗവാൻ എന്താ തിരിച്ചു വന്നത്? അപ്പൊ പറഞ്ഞു, എന്താണ് ഞാൻ ചെയ്യുക? ഞാൻ ധർമ്മസങ്കടത്തിലായി, അങ്ങ് പറയുന്നു അവരെ വധിക്കണമെന്ന്. ഭക്തൻ പറയുന്നു ഭക്തൻ അവരെ രക്ഷിക്കണം, അവരറിയുന്നില്ല അവർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന്. അപ്പൊ ഞാൻ ആരെ കേൾക്കും? അപ്പോ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടത് ഭക്തന്മാരല്ലേ? അപ്പൊ ഭക്തന്മാര് പറയുന്നത് ഞാൻ കേട്ടു, തിരിച്ചു വന്നു പറഞ്ഞു. അപ്പോ കൃഷ്ണൻ, അതായത് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? ചൈതന്യ മഹാപ്രഭു സ്വയം വന്നു തന്റെ ഭക്തനെ രക്ഷിക്കാൻ. എന്നിട്ട് അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു. ആരെ ആലിംഗനം ചെയ്തു? ഹരിദാസ് ഠാക്കൂറിനെ. ഹരിദാസ് ഠാക്കൂറിനെ ആലിംഗനം ചെയ്തു. ഈ അടി മുഴുവൻ ഏറ്റുവാങ്ങിയത് ആരാണ്? ചൈതന്യ മഹാപ്രഭു. ഇത് എപ്പോഴാണ് വെളിപ്പെടുത്തിയത്? അതായത് മഹാപ്രകാശ് ലീലയില് ചൈതന്യ മഹാപ്രഭു എല്ലാവരും വിളിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ട് തൻ്റെ ക്ലോസ് അസോസിയേറ്റ്സിനെ എല്ലാം വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ രൂപം, അതായത് ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. അപ്പൊ ആ സമയത്ത് ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചു. ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ച് പറഞ്ഞു, ഹരിദാസ് ഓർക്കുന്നുണ്ടോ, 22 മാർക്കറ്റ് പ്ലേസിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ കാശി എല്ലാ ഈ ദുഷ്ടന്മാരെ കൊണ്ട് അടിച്ച് ഒരു വിധത്തിലാക്കി. അന്ന് ആ അടി മുഴുവൻ ഏറ്റുവാങ്ങിയത് ഞാനാണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു തൻ്റെ ബാക്ക് കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, ആ പാട് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഇതിൽ. തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ ഭഗവാൻ എത്ര തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉള്ളതാണ്. അപ്പോ അതേപോലെ തന്നെ 2 പ്രാവശ്യം നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിന്റെ ആ റെപ്യൂട്ടേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം സ്വയം എന്താ പറയാ നവാബ് ഹുസൈൻ ഷാ അല്ലെ വേശ്യയെ പറഞ്ഞു വെച്ചു. പിന്നെ മായാദേവി സ്വയം ഒരു വേശ്യ രൂപത്തിൽ പോയിട്ട് പരീക്ഷിക്കേണ്ടായി. എല്ലാറ്റിലും ഭക്തന്മാര് അതിന് പുറത്തു കൊണ്ടുവരും. ഭക്തന്മാര് ആ പിടിയിൽ പെടില്ല. നേരെ മറിച്ച് ജ്ഞാനികൾ പെടും. അതിനുള്ള ഉദാഹരണം എന്താണ്? ഭക്തന്മാർ ഒരിക്കലും ഇങ്ങനത്തെ കെണിയിൽ പെടില്ല, കാരണം ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ജ്ഞാനികൾ പെടാൻ കാരണം ഭഗവാന്റെ പ്രൊട്ടക്ഷൻ അവിടെ ഡയറക്റ്റ്ലി കിട്ടുന്നില്ല. അപ്പൊ അവരുടെ സ്വന്തം തപോബലം കൊണ്ട് മാത്രമേ അവർക്ക് അതിനെ മറികടക്കാൻ പറ്റൂ. അതിന്ന് ആ തപോബലം നശിച്ചു പോയാൽ
അവരുടെ കെണിയിൽ പെടും. വിശ്വാമിത്ര മഹർഷി ആരുടെ കെണിയിൽ പെട്ടു? ഇത്രയെല്ലാം വലിയ തപസ് ചെയ്തിട്ടും ആരുടെ കെണിയിൽ പെട്ടു? മേനകയുടെ. കണ്ടോ, അതാണ് വ്യത്യാസം. ഒരു ജ്ഞാനിയും ഒരു ഭക്തനും തമ്മിലുള്ള വ്യത്യാസം അല്ലെ? ഭക്തൻ, അതായത് ഹരിദാസ് ഠാക്കൂറിനെ എത്ര പ്രാവശ്യം പേര് കേടുവരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം, കാരണം ഭഗവാന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഭക്തന്മാരുണ്ടായിരിക്കും. നേരെ മറിച്ച് ജ്ഞാനികള് അവര് സ്വന്തം തപോബലം കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അവർക്ക് വീഴ്ച വന്നാൽ അവര് ഇങ്ങനത്തെ കെണിയിൽ പെടും, അവര് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും ചെയ്യും. വീണ്ടും അവർക്ക് ആ തപോബലം ആർജിക്കണമെങ്കിൽ ഒരുപാട് തപസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഭഗവാൻ എപ്പോഴും ഭക്തന്മാരെ സഹായിക്കാൻ ഉണ്ടായിരിക്കുമെന്ന് ഈ മഹാപ്രകാശ് ലീലയില് ചൈതന്യ മഹാപ്രഭു നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിനോട് പറയാണ്. അപ്പോൾ ആ ഹരിദാസ് ഠാക്കൂർ നാമ ആചാര്യ എന്നുള്ള ആ പദവി ടൈറ്റിൽ കൊടുത്തത് ഇതല്ലാണ്ട്, നാമമല്ലാണ്ട് അദ്ദേഹത്തിന് ഒന്നുമില്ല. 192 മാല, 192 റൗണ്ട്സ് എപ്പോഴും ജപിക്കുന്ന ആ ഒരു ശുദ്ധ ഭക്തനാണ് അദ്ദേഹം. ബ്രഹ്മാവിന്റെ ഇൻകാർണേഷൻ കൂടിയാണ് ഈ ചൈതന്യ ലീലയുടെ. ഇതാണ് നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിന്റെ ആ മഹാപ്രകാശ് ലീല ഉണ്ടായിരുന്ന ആ സംഭവം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ടെക്സ്റ്റ് 1 മുതൽക്ക് നമുക്ക് തുടങ്ങാം. സോ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद हरि बोल, हरि हरि बोल, हरे कृष्णा।